പ്രിയരെ, ക്രൈസ്തവ ലോകത്തിൽ ആശയക്കുഴപ്പം ഏറെ സൃഷ്ടിച്ചിട്ടുള്ളതും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കിയിട്ടുള്ളതുമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ഈ ധ്യാനത്തിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയമിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ആരാധനയും സംബന്ധിച്ച് ഉള്ള വേദോപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർക്കായി ഇപ്രകാരം പറഞ്ഞ യോഹന്നാൻ 8:31-32 വാക്യങ്ങളിൽ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ യേശു തന്നിൽ വിശ്വസിച്ചവരെ വിശേഷിപ്പിക്കുന്നത് ശിഷ്യന്മാർ, സ്വതന്ത്രർ എന്നിങ്ങനെയാണ്. ലോകത്തിൽ ക്രൈസ്തവർ എന്നഭിമാനിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകൾ യേശുവിൻ്റെ അമ്മയായ മറിയയെ ആരാധനാപാത്രമായും മധ്യസ്ഥയായും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗമാകട്ടെ അത് അംഗീകരിക്കുന്നുമില്ല. ഇതിലേതാണ് ശരിയായ നിലപാട്? ശരി ഏത് എന്ന് കണ്ടെത്തുന്നതിൻ്റെ ആദ്യപടി ശരിയും തെറ്റും വിവേചിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ത് എന്ന് നിർണയിക്കുമ്പോഴാണ്. ക്രൈസ്തവികതയുടെ അടിസ്ഥാനം യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങളാണ്. കാലാകാലങ്ങളിൽ ദൈവാത്മപ്രേരിതമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ദൈവസഭയ്ക്ക് നൽകിയ അരുളപ്പാടുകൾ ദൈവനിയോഗത്താൽ തന്നെ കാനോനികമെന്ന് നിർണയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തുകളിൽ 66 പുസ്തകങ്ങൾ ആണുള്ളത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രവചന പുസ്തകം മുദ്രയിടപ്പെട്ടിട്ടുള്ളതിനാലും അതിനോട് മനുഷ്യർ കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുള്ളതിനാലും മനുഷ്യന് അപ്രകാരം ചെയ്യുവാൻ ദൈവം അനുവാദം നൽകുന്നില്ല. എങ്കിൽ യേശുവിൻ്റെ അമ്മയായിരുന്ന മറിയയെപ്പറ്റിയുള്ള വേദപുസ്തക ഉപദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് പ്രവചിച്ചു. പഴയ പാമ്പായ സാത്താൻ്റെ തലയെ തകർക്കാൻ സ്ത്രീയിൽ നിന്നൊരു സന്തതി പിതാവായ ദൈവത്താൽ പിറക്കണം എന്നത് ദൈവനിശ്ചയമായിരുന്നു. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കന്യകയായിരുന്നു മറിയ. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയയെ കൃപ ലഭിച്ചവൾ എന്ന് സംബോധന ചെയ്തത്. അർത്ഥാൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു മറിയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ, യേശു തൻ്റെ പിതൃനഗരമായ നസറത്തിലെത്തിയപ്പോൾ ജനങ്ങൾ അവനെക്കുറിച്ച്, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസേഫ്, ശീമോൻ, യൂദ എന്നിവരല്ലയോ, ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടെയില്ലയോ എന്ന് പറയുന്നതായി വേദപുസ്തകം പറയുന്നു. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലില്ലാതെ മറ്റൊരിടത്തും യേശുവിൻ്റെ അമ്മ മറിയ കന്യക എന്ന് വിശേഷിപ്പിക്കുന്നതായി ബൈബിളിൽ ഒരു പരാമർശം ഇല്ല. കാനാവിലെ കല്യാണ വീട്ടിൽ സ്ത്രീയെ എന്ന് യേശു മറിയയെ സംബോധന ചെയ്തത് കേട്ട ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകമായ ഏതെങ്കിലും പരിഗണനയോ പദവിയോ നൽകുന്നതായി കാണുവാൻ കഴിയുന്നുമില്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ, യെരുശലേമിലെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച 120 പേരിൽ യേശുവിൻ്റെ അമ്മ മറിയയും യേശുവിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരിലുണ്ടായ വിശ്വാസം യേശുവിൻ്റെ അമ്മ മറിയയിലും യേശുവിൻ്റെ സഹോദരന്മാരിലും വ്യാപരിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മദാനത്തിനായി കാത്തിരിക്കുകയും യേശുവിൻ്റെ സാക്ഷികളായി സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകുകയും ചെയ്തു.
പിൽക്കാല ചരിത്രത്തിൽ യേശുവിൻ്റെ സഹോദരന്മാരായിരുന്ന യാക്കോബ്, യൂദ എന്നിവർ സഭയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നതായി വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ അമ്മയായ മറിയയെ സംബന്ധിച്ച് മറ്റൊരു പരാമർശവും വേദപുസ്തകത്തിൽ പിന്നീട് കാണുന്നില്ല. മറിയ നിത്യകന്യകയോ അമലോത്ഭവയോ ആണ് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുമില്ല. യേശുവിൻ്റെ അമ്മ മറിയ ആരാധിക്കപ്പെടേണ്ട വ്യക്തി എന്ന് വേദപുസ്തകം ഒരിടത്തും പറയുന്നില്ല. ദൈവം തൻ്റെ ജനമായിരുന്ന ഇസ്രയേലിന് നൽകിയ 10 കൽപ്പനകൾ പുതിയ നിയമവിശ്വാസികളും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹമുണ്ടാക്കരുത് എന്നായിരുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഇസ്രയേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്നു. ഈ വേദഭാഗങ്ങളിൽ ഏകസത്യദൈവമായ ത്രിയേകനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വ്യക്തമാക്കുന്നു. ഈ അറിവുണ്ടായിരുന്ന വിദ്വാൻമാർ ശിശുവായിരുന്ന യേശുവിനെ കിടത്തിയിരുന്ന വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു. വിദ്വാൻമാർ നമസ്കരിക്കുന്നതും കാഴ്ച നൽകുന്നതും യേശുവിനാണ് എന്നത് ശ്രദ്ധിക്കുക. കാരണം ആരാധന ദൈവത്തിന് മാത്രമുള്ളതെന്ന അറിവ് വിദ്വാൻമാർക്കുണ്ടായിരുന്നു. മറ്റൊരു അബദ്ധധാരണ യേശുവിൻ്റെ അമ്മയ്ക്ക് മനുഷ്യന് വേണ്ടി ദൈവം മുൻപാകെ മധ്യസ്ഥത ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഏകമധ്യസ്ഥനും മഹാപുരോഹിതനുമായ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റേതെങ്കിലും ഒരാൾക്ക് മനുഷ്യന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാനോ മധ്യസ്ഥത വഹിക്കുവാനോ സാധിക്കും എന്ന് വേദപുസ്തകം ഒരിടത്തും പറയുന്നില്ല. വിശുദ്ധ അപ്പോസ്തലന്മാരോ സഭാപിതാക്കന്മാരോ അപ്രകാരം ഉപദേശിച്ചിട്ടുമില്ല. മാത്രമല്ല, മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർക്ക് ഭൂമിയിലുള്ളവരുമായി യാതൊരു സമ്പർക്കവും സാധ്യമല്ല എന്ന് യേശു ലാസറിൻ്റെയും ധനവാന്റെയും അനുഭവത്തിൽ വെളിപ്പെടുത്തി. പിന്നെ എങ്ങനെ ഈ ഉപദേശങ്ങൾ സഭയിൽ കടന്നുകൂടി? ആദ്യകാലഘട്ടത്തിൽ റോമൻ ഭരണാധികാരികളും മനസാന്തരപ്പെടാതെ ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളും അന്നത്തെ സഭാ നേതൃത്വവും റോമിലെ വിജാതീയ മതങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് കൂട്ടിച്ചേർത്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ വന്നു ഭവിച്ച പിശകുകളാണ് അവയൊക്കെ. ഞാൻ എൻ്റെ മഹത്വം വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥ അലംഘനീയമാണ്. നിൻ്റെ ദൈവമായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനും ഏവർക്കും കർത്താവ് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയിൽ ഉണ്ടായിരുന്ന അനുകരണീയമായ മാതൃകകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ ദൂതനോട് പറഞ്ഞു. ഒരു കന്യക ഗർഭിണിയാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രതികരണങ്ങളെക്കുറിച്ച് മറിയ ചിന്തിച്ചില്ല. യഹൂദ സമൂഹത്തിൽ വ്യഭിചാരക്കുറ്റം മരണശിക്ഷയ്ക്ക് പോലും കാരണമായിരുന്നു. എങ്കിലും താൻ ദൈവഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവുമായി ദൈവാലയത്തിൽ എത്തിയപ്പോൾ ശിമയോൻ പ്രവചിച്ചത് നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്നായിരുന്നു. യഹൂദ സമൂഹത്തിൽ നിന്നും യേശു നിരന്തരം നേരിട്ട എതിർപ്പുകളും ഒടുവിൽ ക്രൂശിലെ വ്യഥകളും സാക്ഷ്യം വഹിച്ച ഒരു മാതൃഹൃദയത്തിൻ്റെ കഠിനമായ വേദനകളെയാണ് വാളെന്ന് ശിമയോൻ വിശേഷിപ്പിച്ചത്. വിശ്വസ്തയായ കർത്താവിൻ്റെ ദാസി അവയെല്ലാം സഹിച്ചു.
യേശുവിൻ്റെ നാമനിമിത്തം ഒരു ക്രിസ്ത്യാനി വഹിക്കേണ്ടി വരുന്ന ക്രൂശിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു മറിയയുടേത്. കൂടാതെ ദൈവിക അരുളപ്പാടുകൾ വിശ്വസിക്കുന്നവളും ദൈവാലയ കർമാനുഷ്ഠാനങ്ങളിൽ ഒരു യഥാർത്ഥ യഹൂദ മതഭക്ത എന്ന നിലയിൽ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയ. എന്നാൽ പിൽക്കാലത്ത് യോസെഫിൻ്റെ ഭാര്യയും ഒരു യഥാർത്ഥ പുതിയ നിയമവിശ്വാസിയുമായി ആ ശ്രേഷ്ഠ ജീവിതം പര്യവസാനിച്ചു. ദൈവഹിതത്താൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമെന്ന നിലയിൽ യേശുവിൻ്റെ അമ്മ ആദരിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമായ വ്യക്തി തന്നെയാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ സഭാചരിത്രത്തിൽ ഒരിടത്തും യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു പരാമർശവും ഉള്ളതായി കാണുവാൻ കഴിയുന്നില്ല. അപ്പോസ്തലന്മാർ അക്കാര്യത്തിൽ പ്രത്യേകമായി യാതൊരു പരിഗണനയും നൽകിയിട്ടുമില്ല. ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കുകയും അനുവദിക്കാത്തത് ചെയ്യാതിരിക്കുകയും ആണ് ഒരു വിശ്വാസിയുടെ കർത്തവ്യം. യേശുവിൻ്റെ അമ്മ മറിയയും അതാണ് ചെയ്തത്. ആ നല്ല മാതൃക എത്ര അനുകരണീയം! സത്യം നമ്മെ സ്വതന്ത്രമാക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നാം ധന്യരായി തീരട്ടെ. മാറാനാഥ.